നമ്മുടെ ഇന്നത്തെ വീഡിയോ DVB T2 കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ചെയ്യാനുള്ള കാരണം നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. DTTV സർവീസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പഴയ TV ഉപയോഗിക്കുന്ന ഇതേ സെയിം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ട്യൂണിങ്ങും നടക്കുന്നത്. അതായത് ഒരുപാട് ഡോട്ടുകളായിട്ടുള്ള പഴയ ആ TV ചാനൽ ട്യൂണിങ്. ഇതിൻ്റെ DVB T2 ഇതിൻ്റെ ബോക്സ് നമുക്ക് വാങ്ങാൻ ലഭിക്കുന്നതാണ്, ഓൺലൈനായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് വാങ്ങാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് മൊബൈലുകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ടാബുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അതേപോലെ ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. ഇതുപോലെയായിരിക്കും ട്യൂണിങ്ങുകൾ നടക്കുന്നത്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഇത് നമുക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്നില്ല. ഇത് പ്രധാനപ്പെട്ട ടൗണുകളിൽ മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. അതായത് ഒരു സ്ക്രീൻ റെക്കോർഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഇതോടൊപ്പം ഇതിലെ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഡിഷിനെ കുറിച്ചും C ബാൻഡ് K ബാൻഡ് ഡിഷിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുവാനും അതേപോലെ ഇതിൻ്റെ ടെക്നീഷ്യൻ ആകുവാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്യൂട്ടോറിയൽ എന്ന രീതിയിലുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ള ലിങ്കിൽ കയറി നിങ്ങൾ കാണുക. നമുക്ക് T2 എന്ന ഈ ടെക്നോളജിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ചാനലുകൾ, ഒരുപാട് ചാനലുകൾ നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഒന്നിൽ കൂടുതൽ ചാനലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. FM റേഡിയോയും അതേപോലെ തന്നെ വീഡിയോ ചാനലുകളും നമുക്ക് ഇതിനകത്ത് TV ചാനലുകളും റേഡിയോ ചാനലുകളും നമുക്ക് ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ടൗണുകളിൽ മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഈ ഒരു സംവിധാനം നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ DVB T2 ഡോങ്കിൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രസാർ ഭാരതിയുടെ തന്നെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഈ DVB T2 ഡോങ്കിൾസ്, OTG പോർട്ട്, ഇതൊക്കെ DVB T2 ഡോങ്കിൾസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് കൊമേഴ്സ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓപ്പൺ മാർക്കറ്റുകളും ലഭ്യമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അടുത്തതായിട്ട് നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ സംവിധാനം നമുക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ഒന്നാമതായി ഇതിൽ കൊടുത്തിട്ടുള്ളത് മദ്രാസ്, ചെന്നൈ ആണ് കൊടുത്തിട്ടുള്ളത്. ബാംഗ്ലൂർ, മുംബൈ, അതുപോലെ 19 സ്ഥലങ്ങളിൽ ഇത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണ് ഈ സംവിധാനം നമുക്ക് ലഭിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഒന്നും തന്നെ നമുക്ക് ഇത് ലഭിക്കുന്നതല്ല. ഈ ഒരു വെബ്സൈറ്റിൽ മറ്റൊന്ന് പറയാനുള്ളത്, നമുക്ക് മൊബൈൽ ആപ്പുകൾ നമുക്ക് ഇതിൽ നിന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് നമ്മുടെ പ്രസാർ ഭാരതിയുടെ മൊബൈൽ ആപ്പുകൾ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. സെറ്റ് ബോക്സ് ഡീലറുകൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് മൊബൈൽ ആപ്പുകൾ. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിലെയും അതേപോലെ ആപ്പിൾ സ്റ്റോറിൻ്റെയും ഐഫോണിൻ്റെയും നിങ്ങൾക്ക് iOS സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ സെറ്റ് ബോക്സ് ഡീലർ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ പിൻകോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള സെറ്റ് ബോക്സ് ഡീലറെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. മാപ്പിലൂടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡീലേഴ്സ് രജിസ്ട്രേഷൻ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഇതിനകത്ത് GST നമ്പറും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.
അതായത് നമുക്ക് ഇതിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്റർ കൂടി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ പറയുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി ഇതുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്ക് DVB T2 യൂണിവേഴ്സൽ LCD TV കൺട്രോൾ ബോർഡ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓൺലൈനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് DVB T2 സപ്പോർട്ട് ചെയ്യുന്ന ഡോങ്കിളും അതുപോലുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഓൺലൈനായിട്ട് നമുക്ക് ഇത് വാങ്ങാനും പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.